പിന്നെ അവരുടെ സ്റ്റോറി എത്ര പ്രാവശ്യം കണ്ടുമുട്ടി, എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, കല്യാണം നടക്കുന്ന ത്രൂ ഔട്ട് ടൈം ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. എനിക്കൊന്നും പ്രോസസ് ആവുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഓരോ ഫോട്ടോസും വീഡിയോസും കാണുമ്പോഴാണ് ഓ ഇതാണ് ഞാൻ, ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്ത്. ആരാണ് ആദ്യം അടി ഉണ്ടാക്കിയത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്? അവൻ പാവാണ്. അവന് കൂടുതലും ഞങ്ങളുടെ ഒപ്പം ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ നടക്കാനാണ് പുള്ളിക്ക് കൂടുതൽ താല്പര്യം. പുള്ളി എപ്പോഴും ഞാനും ഇവന് ഒരുമിച്ച് പഠിച്ചാണ് 7 വരെ. അത് കഴിഞ്ഞാണ് അവൻ എളമക്കരയായിട്ട് വന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് നദിയെ കാണുന്നതും ഇതുപോലെ ആ റിലേഷൻ ആവുന്നത്. എനിക്ക് മിസ് ചെയ്യും. എന്ന് വെച്ചാൽ ബാംഗ്ലൂർ ഇത്രയും നാളെ 2 years ആയിട്ട് ഒരുമിച്ചുണ്ടായി. ഫുൾ അടിച്ചു പൊളിച്ച് എവിടെ പോണോ, എവിടെ പറഞ്ഞാൽ എവിടെ ചാടി പോയി എന്തും ചെയ്ത് ആ ഒരു മോഡായിരുന്നു. बातें अनकही बह गई सारी रुत में, कोई जाने ना पहचाने ना, कोई जाने ना पहचाने. തുടങ്ങിയതൊരു മഞ്ഞ കമ്മൽ, അതായത് ചുമ്മാ ക്ലാസ്മേറ്റ്സ് ഇങ്ങനെ നിനക്ക് ആരും ഇഷ്ടം എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. പറഞ്ഞു അപ്പോഴത്തെ ക്ലാസ്സിലെ മഞ്ഞ കമ്മലിട്ട കുട്ടീന്ന് പറഞ്ഞു. വെറുതെ റാൻഡമായിട്ട് പറഞ്ഞത്. ആ കറങ്ങി തിരിഞ്ഞത് അവർ തപ്പി വന്നപ്പോൾ ഞാനായിരുന്നു. ഈ ഇവളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ അറിയില്ല നവ്യ ഏതാ ഒന്നും അറിയില്ല. നവ്യ അല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ ഏതാന്ന് ചോദിച്ചു കാണിച്ചു കൊടുത്തപ്പോൾ ആ ഈ കൊച്ചെന്നേന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയൊരു സാധനമാണ്. പിള്ളേർ ഇപ്പം പറയുന്ന ക്യാപ്ഷൻ അതാ, മഞ്ഞക്കമ്മലിൽ തുടങ്ങി മഞ്ഞച്ചരലിൽ എത്തി നിൽക്കും. ഫ്രണ്ട്സ് ആയാലും അവർ മുന്നോട്ട് വന്ന് they became partners and after 11 long years of their love അവർ കല്യാണം കഴിക്കണു എന്ന് പറയുന്നത് ഈവൻ ഞങ്ങൾക്ക് പോലും ഭയങ്കര ഹാപ്പി ആൻഡ് ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആണ്. എല്ലാവരും ചുറ്റും നിന്ന് നമ്മളെ തന്നെ നോക്കുക. അപ്പോൾ അതൊരു ക്ലോസ് സ്പേസ് ആയിട്ട് ഭയങ്കര എന്തോ പോലത്തെ ഒരു ഫീലായിരുന്നു. കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണ് തുളുമ്പി കഴിഞ്ഞാൽ മയക്കം പോകുന്ന തുളുമ്പിയില്ല. പക്ഷേ ഒരു ഭയങ്കര സ്പെഷ്യൽ ഒരു ഭയങ്കര ഫീലായിരുന്നു. राहें मंजिल तो मांगे नहीं, कोई जाने ना पहचाने.
पहचाने ना, कोई जाने ना पहचाने ना, कोई जाने ना पहचाने